branded medicines are trustworthy than generic medicines. ഓക്കെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത്തിരി പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുകയാണ് ജനറിക് മെഡിസിൻസ്. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറിക് മെഡിസിൻസിനേക്കാളും വിശ്വസനീയമായത് ബ്രാൻഡഡ് മെഡിസിൻസ് ആണ് എന്നാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ Okay, വന്നോ. ഓർഡർ ചെയ്യണം കേട്ടോ. നിനക്കാണെങ്കിൽ ഞാൻ ഒരു ഓഫർ തരാം. എന്താണ് ഓഫർ? ഓർഡറിനും ഇല്ലാതെ നീ ചൂസ് ചെയ്താണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള സൈഡ് നീ എടുത്തു. എനിക്ക് ഇഷ്ടമുള്ള സൈഡ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലാഭമായല്ലോ. അത് ലാഭമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഞാൻ മെഡിസിൻസ് അധികം ഉപയോഗിക്കാത്ത ഒരാളാണ്. നമുക്ക് അത്രയും നീ ആദ്യം എഗ്രി ആണോ ഡിസഗ്രി ആണോ? ഞാൻ ബ്രാൻഡഡിലേക്ക് എഗ്രി ചെയ്യണമെന്നാണോ ജനറിക് അവൈലബിലിറ്റി? ആ, അതായത് ഇവ പറയുന്നത് ഞാൻ പറയുന്നത് ബ്രാൻഡഡ് മെഡിസിൻസ് ആണ് മോർ ട്രസ്റ്റ്വർത്തി ദാൻ ജനറിക്. വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ബ്രാൻഡഡ് ആണ്. ജനറിക് മെഡിസിൻ അത്ര വിശ്വസനീയമല്ല എന്നാണ് പറയുന്നത്. അത് ഞാൻ ബ്രാൻഡഡ് ഒപ്പം നിൽക്കുന്നു. ബ്രാൻഡഡിനൊപ്പം ബ്രാൻഡിന്റെ ഒപ്പം നിൽക്കുന്നു. ബ്രാൻഡഡ് ആണ് ട്രസ്റ്റ്വർത്തി. ആ, ട്രസ്റ്റ്വർത്തി. You എനിക്ക് are agree. എഗ്രി. You are disagreeing. Okay, തീരുമാനമായില്ല. ഓക്കെ, തീരുമാനമായി. Time starts now. ഓക്കെ. പറഞ്ഞു. ഞാൻ ബ്രാൻഡഡ് സാധനങ്ങളുടെ ഒപ്പമാണ് കുറച്ചുകൂടെ നിൽക്കുന്നത്. കാരണം സാധനങ്ങൾ മെഡിസിൻ മരുന്നുകളുടെ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറൽ സാധനമാണല്ലോ. സാധനമാണല്ലോ. അത് നമ്മൾ ബ്രാൻഡ് സാധനം പറയുമ്പോ എല്ലാം വിടും. എല്ലാം വിടും. അതല്ലല്ലോ, അങ്ങനെയല്ല. ഞാൻ നമ്മളിപ്പോ മരുന്നിന്റെ കാര്യം പറയാം. മരുന്നിന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് തരുന്ന മരുന്നുകൾ കൃത്യമായിട്ട് നമ്മൾ കഴിക്കുക, അതിനുള്ള അസുഖം ഭേദമാക്കുക എന്നുള്ളത്. ഈ കഴുത്തറപ്പുന്ന കാര്യങ്ങളാണ് ജനറിക് ഈ പണത്തിന്റെ കാര്യം വരില്ലേ, അതിന് റേറ്റ് കുറച്ച് കൂടുതലാണ് നമ്മളെക്കാൾ സാധാ ജനറിക്കിനും. റേറ്റ് കുറവാണ്. റേറ്റ് ബ്രാൻഡിന് ബ്രാൻഡിനല്ല റേറ്റ് കൂടുതൽ. റേറ്റ് കൂടുതൽ അല്ല. ജനറിക് മെഡിസിന്റെ അവൈലബിലിറ്റി എങ്ങനെയുണ്ട്? ജനറിക് മെഡിസിൻ ഒരുവിധം എല്ലാം അവൈലബിൾ ആണ് ഇന്ന് നമ്മുടെ. അല്ല, ഞാൻ എന്ന് വെച്ചാൽ നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിക്കാൻ നേരത്ത് സ്റ്റോഴ്സിന്റെ ഭയങ്കര കുറവാണ്. സ്റ്റോഴ്സിന്റെ എണ്ണം കുറവെന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പൊ ഇഷ്ടം പോലെ ജനറിക് മെഡിസിന് വേണ്ടിയിട്ട് സ്റ്റോറുകൾ തുറന്നിട്ടുണ്ട്. വരണുള്ളൂ. നമ്മുടെ നാട്ടിലിപ്പോ ഓൾറെഡി ഉണ്ട്. ജനൌഷധിയൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഒരുവിധം എല്ലാ സ്ഥലത്തും ജനൌഷധി. റിമോട്ട് ഏരിയയിലേക്ക് പോകുമ്പോൾ എല്ലായിടത്തും ജനൌഷധി ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തും. അതായത് ചാലക്കുടി ഏരിയ എടുക്കണ ഇവിടെ ഉണ്ട്. മറ്റേ കുറ്റിച്ചിറ കുറ്റിക്കാട് അങ്ങോട്ട് പോകുമ്പോ ഒന്നും ഇല്ല. അങ്ങനത്തെ റിമോട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്റെ അറിവിൽ ഇപ്പോ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും ജനൌഷധി വരണുണ്ട്. അല്ല, എല്ലാ സമയത്തും മെഡിസിൻസ് അവൈലബിൾ ആണോ? ഈ സ്റ്റോക്ക് ഞാൻ ജനറിക് മെഡിസിൻ അവൈലബിൾ അല്ലാത്ത അസുഖങ്ങളുണ്ട്. നമ്മള് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറയേണ്ട പോയിന്റ് ആണ്. ഓക്കെ ഓക്കെ. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ പ്ലാൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഡയബറ്റീസിന്റെ, കൊളസ്ട്രോള്, അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കേണ്ടത്, ഇൻസുലിൻ, ഇതൊക്കെ വളരെ റേറ്റ് കുറവിന് ആളുകളിലേക്ക് എത്തിക്കുന്നതാണ് പരിപാടി. സെൻട്രൽ ഗവൺമെന്റിന്റെ ആണോ? ഞാൻ പെട്ടെന്നുള്ള ഒരു ചുമക്കോ മരുന്നിനോ വേണ്ടിയുള്ള എല്ലാം ഉണ്ട്. ചുമയുടെയും മരുന്നിന്റെ എല്ലാം അവരയിലുണ്ട്. ഇപ്പൊ എനിക്ക് ഈ അടുത്ത് ഞാൻ ഓഫീസിൽ വെച്ചിട്ട് പെട്ടെന്ന് എനിക്ക് ചുമയും ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു. എനിക്ക് പെട്ടെന്ന് ചുമ കൂടിയിട്ട് എൻ്റെ തൊട്ട് താഴെ, ഓഫീസിന്റെ തൊട്ട് താഴെയുള്ള ഒരു ജനൌഷധിയാണ്. ഞാൻ അവിടെ നിന്ന് ചുമയുടെ മരുന്ന് മേടിച്ച് കഴിക്കുക ചെയ്തത്. എനിക്ക് നമ്മള് ബ്രാൻഡഡ് മെഡിസിൻ ആണ് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ കമ്പോണൻസ് വരുന്നത് സെയിം ആണ്. ഇതിലുള്ള അതേ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ജനറിക് മെഡിസിൻ ഉള്ളത്. ഒരു ബ്രാൻഡ് നെയിം മാത്രം. ഇപ്പം നമ്മൾ പോയിട്ട് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതിലൊരു ബ്രാൻഡ് നെയിം മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. അവരൊരു പേരിടുക മരുന്നിന്. പക്ഷെ ഞാനൊക്കെ പോകാൻ നേരത്ത് ഡോക്ടർ പറയുന്ന അതേ മരുന്ന് അതേ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ആളാണ് ഞാൻ. അതങ്ങനെയാണ് ഞാൻ. അല്ലേ, ഞാൻ കമ്മീഷൻ അല്ല, ഞാൻ അതിനെ പറ്റി അത്ര ബോധവാനല്ല അതിനെ പറ്റി. അതായത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അങ്ങോട്ടേക്ക് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാർ കാത്തുനിന്നുണ്ടോ ഡോക്ടർ? കണ്ടിട്ടുണ്ട്. അവരവരുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് മാക്സിമം സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർക്ക് ഓഫർ ചെയ്യുന്ന കുറെ കമ്മീഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടായിരിക്കും കൊടുക്കുക ചിലപ്പോൾ. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടാവും ഡോക്ടർമാർ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ കമ്പനിയുടെ പേരിൽ മറ്റേ പേപ്പർ പെൻ സ്റ്റാൻഡ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ കാണുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് മരുന്ന് വാങ്ങുന്നത്. പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ള വേറെ പോയിന്റ് ആണത്. പക്ഷെ ഇതാണ് വിശ്വസനീയം എന്ന് പറയുന്നിടത്ത് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഫാർമ സീരീസ് കണ്ടിട്ടുണ്ട്. അതില് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഗർഭിണികൾക്ക് വേണ്ടി ആ ഒരു കമ്പനി മരുന്ന് ഇറക്കിയിട്ട് ആ മരുന്ന് കഴിച്ച സ്ത്രീകളുടെ എല്ലാ കുട്ടികള് അവര് ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടാണ്
അങ്ങനെ ഉണ്ടെന്നല്ല, ഉണ്ടാവാം. അതൊരു കഥയാണ്. അതൊരു കഥയാണ്. കഥയാണെന്ന് ഉണ്ടാവാം. പറഞ്ഞാൽ ഉണ്ടാവാം. ആക്ച്വലി മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ അങ്ങനത്തെ മാഫിയാസ് ആ അത് മാഫിയ ഇത് തന്നെ, അത് മറ്റേ ആ സിനിമയില് മാട്രാണിലും കാണിക്കുന്നുണ്ട്, അല്ല, മറ്റേ മാത്രമല്ല, ഇത് പൊടി കലക്കി അതുണ്ട്. കൊടുക്കുമ്പോ. പിന്നെ അത് ഇതുണ്ട് നമ്മുടെ അത്, പക്ഷെ മരുന്നല്ല, ഫുഡിന്റെ അത് എനർജി ഓൺ എന്ന് പറഞ്ഞ ഒരു Energy on drink. എന്ന് പറഞ്ഞാ ആ, drink തന്നെ. അത് ഡ്രിങ്ക് ആണ്. പിന്നെ ഇതിലുണ്ട് നമ്മുടെ മറ്റേ സിനിമ ഏതായിരുന്നു, നമ്മുടെ ജയം രവിയും അരവിന്ദ് സ്വാമി ഉള്ളത്, മറ്റേ തനിയൊരുവൻ. തനിയൊരുവൻ. അതിലും ഇതിന്റെ ഒരു ചെറിയ പോർഷൻ കാണിക്കുന്നുണ്ട്. അതില് ചെറിയ പോഷൻ കാണിക്കുന്നുണ്ട്. അത് ഒരു ക്യാൻസർ മെഡിസിൻ. അല്ല, ഇൻസുലിൻ കുറഞ്ഞ വിലക്ക് അല്ല, എത്തിക്കാൻ. അതില് പറയുന്ന മെയിൻ ഒരു പെണ്ണിനെ കൊല്ലുന്നത് അത് ജനറിക് ക്യാൻസർ മെഡിസിൻ അല്ല, മെഡിസിൻ. Time കഴിയാറായിട്ടാ. അല്ലല്ല, ജനറിക് മെഡിസിൻ ആണ് അത്. അതിനകത്ത് അത് പറയണേ. അതാ പറഞ്ഞ ജനറിക് മെഡിസിൻ ആക്കാൻ, അത് ക്യാൻസറിന്റെ മരുന്ന് കണ്ടുപിടിച്ചത് ജനറിക് മെഡിസിൻ ആക്കാനുള്ള മൂവ്മെന്റ് വന്നപ്പോ അതിനെതിരെ ഈ പെണ്ണ് ഇത് സമ്മതിച്ചില്ല ജനറിക് മെഡിസിൻ ആക്കാൻ. അതിനെതിരെ ഈ പെണ്ണ് സംസാരിച്ചാണ് ആ പെണ്ണിനെ കൊല്ലുന്നത്. അതെ. സോ അതിന് ഫേക്ക് എവിഡൻസ് ഉണ്ടാക്കിയിട്ടാണ് ലാസ്റ്റ് അരവിന്ദ് സ്വാമിനെ ജനവി അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് വരുന്ന മരുന്ന് കമ്പനിക്ക് ഇതിന്റെ എന്താ മരുന്ന് കമ്പനികൾ നല്ല രീതിക്ക്, അതായത് എത്രയൊക്കെ പറഞ്ഞാലും അവര് പ്രൈവറ്റ് കമ്പനികളാണ്, കോർപ്പറേറ്റ് ഫേംസ് ആണ്. Okay, അവർക്ക് ഈ അസുഖങ്ങൾ മാറാന്നുള്ളതിലും കൂടുതൽ അവരുടെ ഉദ്ദേശം അവരുടെ ലാഭം തന്നെയാണ്. കാരണം കോർപ്പറേറ്റ്സ് അങ്ങനെയാണ്. എന്ത് പ്രൊഡക്റ്റ് എടുത്താലും, മെഡിസിൻ എന്നല്ല, ഏതൊക്കെ പ്രൊഡക്ട്സ് എടുത്താലും പ്രൈവറ്റ് കോർപ്പറേറ്റ് കമ്പനികളുടെ ഉദ്ദേശം എന്താ, അവരുടെ ലാഭം കൂട്ടുക. പേഴ്സണൽ ഒപ്പീനിയൻ ഇത് തന്നെയല്ലേ? എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇത് തന്നെയാണ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഒരേ പേഴ്സണൽ അല്ല, പേഴ്സണൽ ഒപ്പീനിയൻ കോർപ്പറേറ്റ് എപ്പോഴും നമ്മളെ പിഴിയാൻ വേണ്ടി നിൽക്കാമെന്നാണ് നമ്മളെല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ധരിച്ചു വെച്ചിരിക്കുന്നതല്ല, അല്ല, അത് ഞാൻ കുറെ സത്യമാണ്. കോർപ്പറേറ്റ് ഫേമിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇനി എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഇപ്പൊ ഗോഡ്വിൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ മരുന്നുകൾ അധികം യൂസ് ചെയ്യാത്ത ആളാണ്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ മനസ്സിലാക്കാതെ. അതായത് ഞാൻ അത്യാവശ്യം മരുന്നുകൾ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. ഓഫ് കോഴ്സ് അത് ബ്രാൻഡഡ് മരുന്നായിരിക്കും. പക്ഷേ ഈ സെയിം സാധനത്തിന്റെ 4/1 വില ഉണ്ടാവുള്ളൂ ജനറിക് മെഡിസിന്. കമ്പോണൻസ് സെയിം ആയിരിക്കും, പേര് വ്യത്യാസമായിരിക്കും. കാരണം ബ്രാൻഡഡ് പേരുണ്ടാവില്ല, ബ്രാൻഡ് ലേബൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ബ്രാൻഡേ ഉണ്ടാവില്ല, ഗവൺമെന്റ് ആയിരിക്കും. അത് ഈ ദവ ഇന്ത്യ, ജനൌഷധി അങ്ങനത്തെ കടകളിൽ നിന്ന് മേടിക്കാം. പക്ഷെ അവിടെ ഉള്ള ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മരുന്നും അവിടെ ഉണ്ടാവണമെന്നില്ല. ചില മരുന്ന് ബ്രാൻഡഡേ ഉണ്ടാവും. സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിന്റെ മെഡിസിൻസ്, കോമൺ ഒരുവിധപ്പെട്ട കോമൺ അസുഖങ്ങളുടെ ഒക്കെ അവിടെ ഉണ്ട്. അതിൽ 4/1 വില ഉണ്ടാവുള്ളൂ. അപ്പോ സ്ഥിരമായിട്ട് വീട്ടില് ഏതെങ്കിലുമൊക്കെ ഒരു മരുന്ന്, തൈറോയിഡിനോ ഡയബറ്റീസിനോ ഇവിടെ നിന്നൊക്കെ കിട്ടാൻ സാധ്യത, ഇങ്ങനെ ജനറിക്കലി കിട്ടാൻ സാധ്യത. ഇപ്പൊ ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഭയങ്കര കൂടി ഇഞ്ചക്ഷൻസ് ചിലപ്പോൾ എടുക്കുന്നുണ്ട്. ഒരു ഇഞ്ചക്ഷന്റെ വില 40,000 50,000 തൊട്ട് ലക്ഷങ്ങൾ വരെ പോകുന്നുണ്ട്. അങ്ങനത്തെ മെഡിസിൻ ഒന്നും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അതില് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറിക് മെഡിസിൻസ് നല്ലത് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പൊ ഇതുവരെ നമുക്ക് കിട്ടാവുന്ന മെഡിസിൻസിൽ ജനറിക് മെഡിസിൻ ആണ് ആക്ച്വലി കുറച്ചുകൂടി ബെറ്റർ. ഇതുവരെ സെയിം സാധനം, അതിന്റെ ഇൻഗ്രീഡിയൻസ് കമ്പോണൻസ് എല്ലാം സെയിം ആണ്, ആകെ ഒരു ബ്രാൻഡ് നെയിം മാത്രമാണ് വ്യത്യാസം. ഇതുവരെ അതിനെ മോശം പറയണ ഒരു അഭിപ്രായം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സ്ഥിരമായിട്ട് മരുന്ന് യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഈ പറഞ്ഞ ജനൌഷധി എന്നാണ് ഇപ്പൊ മരുന്ന് മേടിക്കാറുള്ളത്. മെഡിക്കൽ ഫേമിൽ വർക്ക് ചെയ്യുന്നവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് കാര്യമില്ല. ഞാൻ ഡോക്ടർ എഴുതി തന്നെ അത് തന്നെ പോയി വാങ്ങുന്നു. അതിനകത്ത് തെറ്റായിട്ട് പറയുന്നില്ല, കാരണം യൂഷ്വലി ആളുകൾക്ക് ഡോക്ടർമാരെ ചിലവർക്ക് പേടിയുണ്ട്. അയ്യോ ഡോക്ടർ ഇതല്ലല്ലോ തന്ന, ഇത് വേറെയാണുള്ളത്, ഇത് വാങ്ങിച്ച് ഗൂഗിള് നോക്കി അതിന് പിന്നാലെ പോയി. ചിലവർക്ക് പേടിയുണ്ട്, അതറിയില്ല. ഇത് മെഡിസിൻ എന്ന് പറയുന്നത് കമ്പോണന്റ് ബേസ്ഡ് ആണ് അല്ലെങ്കിൽ ബ്രാൻഡ് ബേസ്ഡ് അല്ല എന്നുള്ളത് പലർക്കും അറിയില്ല. ഡോക്ടർ എഴുതിയത് പാരഡോൾ ആണ്, ഓക്കെ എനിക്ക് പാരഡോൾ തന്നെ വേണം. മെഡിക്കൽ സ്റ്റോറുകാർ പറയും ഇതില്ല വേറെ ഉണ്ട്. ബ്രാൻഡഡില് തന്നെ അയ്യോ ഇതില്ല ഇതിന്റെ തന്നെ വേറെ ബ്രാൻഡ്, അതും ബ്രാൻഡഡ് തന്നെയാണ്, വേറെ കമ്പനിയുടെ അതേ പരിപാടി തന്നെയാണ് ഈ ജനറിക് മെഡിസിൻസും കാര്യം ചെയ്യണത്. അവർക്ക് ബ്രാൻഡ് ഇല്ല എന്നുള്ളൂ. അതില് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജനറിക് മെഡിസിൻസ് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി കുറെ ലാഭം ഉണ്ടാവും, വളരെയധികം ലാഭമുണ്ട്. നിലവില് ഞാനിപ്പോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക്, ഞാൻ സ്ഥിരമായിട്ട് ഇൻസുലിൻ യൂസ് ചെയ്യുന്ന ആളാ. എന്നെയൊക്കെ സമയത്തോളം ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം എനിക്ക് വരുന്ന എക്സ്പെൻസ് എത്രയാണെന്ന് അറിയോ? എങ്ങനെ എക്സ്പെൻസ് എത്രയാണ്? എനിക്ക് എന്റെ എനിക്ക് 2 ടൈപ്പ് ഇൻസുലിൻ ഉണ്ട്. ഒരെണ്ണം വലിയ റേറ്റ് ഒന്നും ഇല്ല, 160 200 താഴെ ഉള്ളൂ. അതല്ല എനിക്ക് വിഷയമില്ല, 200 താഴെ വരുന്നുള്ളൂ. പക്ഷെ വേറെ ഒരെണ്ണം ഉള്ളത് അത് 500 സംതിങ് 600 രൂപ റേഞ്ച് വരുന്നുണ്ട്. എവിടെ നിന്ന് വാങ്ങുമ്പോഴത് നോർമൽ റേറ്റ് ആണത്. ഈ സെയിം സാധനം എനിക്ക് ഇപ്പുറത്തേക്ക് മറ്റേ ജനൌഷധി മേടിക്കുമ്പോൾ എനിക്കതിൽ ഓൾമോസ്റ്റ് ഒരു 40% ഓഫ് കിട്ടുന്നുണ്ട്. നല്ല കാര്യമല്ലേ അത്? അപ്പൊ എനിക്കൊരു മാസം
മറ്റേ നോർമലായിട്ടുള്ളത് ആ വില കുറഞ്ഞ സാധനം ഒരു 4 എണ്ണം, മറ്റേത് 2 എണ്ണോ 3 എണ്ണോ വരെയും പോകും. പിന്നെ ഈ സാധനം സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇനിഷ്യേറ്റീവ് നടത്തണേ, അതില് വിശ്വസിക്കാലോ. ഈ പുറത്ത് വിദേശത്ത് എവിടെയോ കിടക്കണ കമ്പനിക്കാരെക്കാളും നല്ലത് ഇവരെ വിശ്വസിക്കുന്നല്ലേ. ഞാനത് വിശ്വസിക്കാമോ എന്നുള്ള കാര്യത്തിലല്ല ഡിസഗ്രി ചെയ്യുന്നത്. അല്ല, പക്ഷെ ഞാൻ മെഡിസിൻ സെയിം ബ്രാൻഡിന്റെ തന്നെ ഇവര് തരുന്ന കേട്ടോ. അത് റേറ്റ് കുറവിന് ഗവൺമെന്റ് നമുക്ക് തരുന്നു, സബ്സിഡി പോലെ. അതായത് ആ കമ്പനിയായിട്ടുള്ള ടൈപ്പില്. ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ പറഞ്ഞത്. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി അവെയർ അല്ല, ഞാൻ കോൺഷ്യസ് അല്ല ഇതിനെപ്പറ്റി ഇത്രയും. ഇപ്പൊ ജനൌഷധി പോയി കഴിഞ്ഞാൽ നീ പറയുന്ന ചില ബ്രാൻഡുകളുടെ മെഡിസിൻ അവിടെ കിട്ടും കേട്ടോ. ജനറിക് മാത്രമല്ല അവിടെ കിട്ടുന്നത്. ചില മെഡിസിൻസ് ഈ പറയുന്ന ബ്രാൻഡിന്റെ തന്നെ ചിലപ്പോ അവിടെ വില കുറവിന് കിട്ടുന്നുണ്ടാവും. ഞാൻ പറഞ്ഞേക്കില്ല, ഞാൻ ഡോക്ടേഴ്സിനെ കംപ്ലീറ്റ്ലി ഇത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ല, അത് പലർക്കും ഇപ്പൊ നമ്മൾ ഈ ടോപ്പിക് എടുക്കാൻ കാരണം അത് തന്നെയാണ്. ഓഡിയൻസിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഇപ്പൊ ജനറിക് മെഡിസിനെ ഇതുവരെ ഉപയോഗിച്ച് നോക്കാത്തവരുണ്ട്. എല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള മെഡിക്കൽ സ്റ്റോർ ഇത്രയും ലാഭത്തിന് നടക്കില്ലല്ലോ. അങ്ങനെയും എന്തുകൊണ്ടാണ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇപ്പോഴും നല്ല തിരക്കുണ്ട്. ഇതുവരെ ജനറിക് മെഡിസിനിൽ പ്രശ്നമില്ല, പ്രശ്നം ഉണ്ടാകുന്നല്ല പറഞ്ഞത്. എന്തുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടേക്ക് അധികം അത് അറിവില്ലായ്മയാണ്. ആളുകൾക്ക് അറിയില്ല മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് അവര് പറയുന്ന പേരാണ് മരുന്നിന്റെ പേര്. ഇതിൽ എനിക്കൊരു സജഷൻ ഗവൺമെന്റിനാണ് കൊടുക്കാനുള്ളത്. അവർ ഇത്രയും കൂടെ ആൾക്കാരെ അവയർഡ് ആക്കണം. എന്താണ് ഒരു മെഡിസിൻ കമ്പോണൻസ് വെച്ചിട്ടാണ് സർക്കാരിനും അങ്ങനെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം മറ്റൊരു കാശ് മേടിച്ചിട്ടാണ് സർക്കാർ. കാശിന്റെ അല്ലടാ, ഇതൊരു വ്യവസായമാണ്. ഗവൺമെന്റ് അല്ല എല്ലാം ഇത് ഇപ്പൊ നമ്മളെ ഇത് മാത്രം ഇതായിട്ട് കഴിഞ്ഞിട്ട് എപ്പോഴും മെഡിസിൻ സപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൈലബിലിറ്റി ഓഫ് മെഡിസിൻസ് വിഷയമില്ല. അല്ല, വലിയൊരു ജനങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ടോ? നമുക്ക് എത്രത്തോളം പേര് ആ മെഡിസിൻസ് മേടിക്കുന്നോ അത്രത്തോളം ആ കമ്പനിക്ക് വരുമാനം വരുന്നുണ്ട്, ജനറിക് മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്ത കമ്പനിക്ക്. അപ്പൊ അത്രത്തോളം പ്രൊഡക്ഷൻ കൂട്ടാനല്ലേ പറ്റും. നഷ്ടത്തില് വിൽക്കില്ലല്ലോ, നഷ്ടത്തിൽ വെക്കുന്ന ലാഭം കുറച്ചിട്ടാണ് അവര് വിൽക്കണേ. മറ്റു മരുന്ന് പ്രൈവറ്റ് മരുന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എടുക്കുന്നതിനേക്കാളും ലാഭം കുറവാണെന്ന് മാത്രം. നഷ്ടത്തിൽ എന്തായാലും അവര് വിൽക്കില്ല. അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങള്, നടത്തിപ്പിനുള്ള ഒരു മിനിമം പ്രോഫിറ്റിൽ ഓടുന്ന ഒരു കമ്പനി ആയിരിക്കും മാത്രം. എല്ലാത്തിന്റെ കൂടെ ഓർണം എന്നുള്ള രീതിയിലായിരിക്കും അത് പൊക്കോണ്ടിരിക്കുന്നത് എപ്പോഴും. കാരണം മറ്റേത് എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ തരുന്ന ജനറിക് മെഡിസിൻ അതേടാ ഞാൻ ഉദ്ദേശിച്ചേ. നമുക്ക് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മെഡിക്കൽ സ്റ്റോറിൽ എപ്പോൾ പോയാലും അവൈലബിലിറ്റി ഉണ്ട്. ഏത് മരുന്നാണെങ്കിലും നമുക്ക് എന്ത് അസുഖത്തിനാണെങ്കിലും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് ഇത് മാത്രം ആശ്രയിച്ചിരുന്ന എല്ലാം, എനിക്ക് തോന്നുന്നത് എല്ലാ ടൈപ്പ് മരുന്ന് അവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓൾമോസ്റ്റ് കുറച്ച് സിവിയർ ആയിട്ടുള്ള കുറെ അസുഖങ്ങൾക്കൊക്കെ ഉള്ളത് അവിടെ ഉണ്ടാവും. ചുമയുടെ പനിയുടെ ഒക്കെ കിട്ടും. ഓഡിയൻസിനോട് പറ ജനറിക് മെഡിസിൻസിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഇതിൽ കൂടെ കൊടുക്കാൻ പറ്റിയാൽ നല്ലതല്ലേ. പല്ലുവേദനക്കുള്ള മരുന്ന് മാക്സിമം ബ്രാൻഡ് നോക്കി മേടിക്കാതെ അതിന്റെ കണ്ടന്റ്സ്, അതിന്റെ ഇൻഗ്രീഡിയൻസ് അറിയാതെ. ഇപ്പൊ മെഡിസിൻസിന്റെ കേസിൽ ബ്രാൻഡ് എന്നുള്ളത് ബോധം ഉണ്ടാവില്ല, പക്ഷെ ഡോക്ടർ എഴുതി തരുന്നത് അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാവും. ഇപ്പൊ കുറെ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നവരുണ്ട്, അവർക്ക് അറിയാവുന്ന ഡോക്ടർ എഴുതി കൊടുത്ത പേരാണ്, അല്ലാണ്ട് ആ സ്ലീപ്പിംഗ് പില്ല് കിട്ടില്ലല്ലോ. അല്ല, അവർക്ക് അത് എഴുതുന്നു. അല്ല, എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ വെച്ച് ജനറിക് മെഡിസിൻ സ്റ്റോറിൽ പോയാൽ വേറെ കിട്ടും, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായാൽ മതി. പക്ഷെ അതായത് ഇവർക്ക് അറിയില്ല, ഇവർക്ക് ആ ബ്രാൻഡ് കിട്ടിയാലാണ് ഇവർക്ക് ഉറക്കം വരുള്ളൂ എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും ചിലപ്പോ. അല്ല, ചില നല്ല ഡോക്ടർമാര്, ഇപ്പൊ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല ഡോക്ടർമാരോട് ഞാൻ ജനറിക് മെഡിസിൻ ഇതാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല, സെയിം ആണ്, പ്രശ്നമില്ല, കഴിച്ചോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ പറയുന്നുണ്ട്. ജനറിക് മെഡിസിൻസിന് അങ്ങനെ തള്ളി പറയേണ്ട ആവശ്യമില്ല. എന്താണ് ആ മെഡിസിൻ, നമുക്ക് എഴുതിയിരുന്ന മെഡിസിന്റെ കണ്ടന്റ് എന്താ നോക്കാം. ആ സെയിം ഫോർമുല വരുന്ന വേറൊരു സെയിം ഫോർമുല, സെയിം ഗ്രാം, അതെ, ആ സെയിം വരുന്ന ഗ്രാം അല്ല മില്ലിഗ്രാം, അതെ സെയിം ആണെന്നുണ്ടെങ്കിൽ എല്ലാ മരുന്നും ഒരേ പോലെ ആയിരിക്കോ കഴിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. അല്ല, ബ്രാൻഡും ജനറിക്കും തമ്മിൽ ഒരേപോലെ ഉദ്ദേശിച്ചത് എല്ലാ മെഡിസിൻസും ഓരോരുത്തരിൽ എഫക്റ്റീവ് ആകുന്ന വേറെ അത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അല്ല, ഡോക്ടർ അതിങ്ങനെ കൊടുക്കുമല്ലേ. സെയിം ഗ്രാം ഡോക്ടർ എഴുതി തരുന്ന ടാബ്ലറ്റ്, ആ സെയിം ടാബ്ലറ്റ് തന്നെ പല ബ്രാൻഡിലുണ്ട്. ഇപ്പൊ ABC 300 mg ഇങ്ങനെയാണ് തരുന്നത്.
അതാണ് ബ്രാൻഡഡ് കണ്ടന്റിന്റെ മരുന്നിന്റെ പേര്. ഓക്കെ ഇതേ സാധനം ജനറിക്കല് XYZ 300 mg എന്നായിരിക്കും പേര് വേറെ കിടക്കണം. ഓക്കെ ഓക്കെ കമ്പോണന്റ് സെയിം ആയിരിക്കും, മില്ലിഗ്രാം സെയിം ആണ്. കഴിക്കണോണ്ട് തെറ്റില്ല, പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. അതിന്റെ ഇൻഗ്രീഡിയൻസ് സെയിം ആണ്, മില്ലിഗ്രാം അളവും സെയിം ആണ്. ഓക്കെ പിന്നെ എഫക്ട് ചെയ്യണ സെയിം ആണ്. അപ്പൊ ആ ഒരു എന്താണ് ആ മെഡിസിൻ എന്നുള്ളത്, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്നുള്ളത് നോക്കാം. സെയിം ആയിട്ട് ജനറിക്കൽ കിട്ടുകയാണെങ്കിൽ ജനറിക് കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ജനറിക് നല്ലത് തന്നെയാണ്. കാശ് ലാഭമേ ഉണ്ടാവുള്ളൂ. അതെ, ഓക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നല്ല ലാഭമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പ്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്, ലാസ്റ്റ് ടോപ്പിക്, ഓക്കെ. ഇത് കഴിയുമ്പോ ഇവനെ തല്ലി കൊല്ലാൻ പറ്റുമോ? അല്ല ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്നിട്ട് ജനറിക്കിന്ന് മരുന്ന് മേടിച്ചിട്ട് ഇട്ടാ മതി. അടുത്ത ടോപ്പിക്ക് പറ. മൊബൈൽ ആൻഡ് ടെക്നോളജി ഹെൽപ്പ് കിഡ്സ് ടു ഗ്രോ ഇന്റലിജന്റ്. യെസ്, ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു അവസ്ഥ കണ്ടാ. ഞാൻ പറയുന്നു അഗ്രി ഓർ ഡിസഗ്രി? ഞാൻ ഓർഡറുകളൊക്കെ കളഞ്ഞ എന്നിട്ട് ഇല്ല ഞാൻ എഗ്രി ചെയ്യുന്നു ആ കാര്യത്തില്. അതായത് മൊബൈലും ടെക്നോളജിയും കിഡ്സ് ഗ്രോ ചെയ്യാൻ, എനിക്ക് ഇന്റലിജന്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറയണത്. ഉറപ്പായിട്ടും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതേ പറ്റുള്ളൂ അവന്. അത് ശരി, ടോപ്പിക് തെരഞ്ഞെടുത്തിട്ട് അതേ പറ്റുള്ളൂ. എനിക്ക് ഓപ്ഷൻ ഇല്ലല്ലോ. ശരി, എഗ്രി ചെയ്യുന്നുണ്ട്. അല്ല, കാര്യമായിട്ട് പറഞ്ഞു, ഇപ്പോഴത്തുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ എന്ത് ചോദിച്ചാലും അതിനെ പറ്റിയുള്ള അറിയാൻ വേറെ ആൾക്കാരുടെ സഹായം വേണ്ടായിരുന്നു. അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ? ഞാൻ ഒറ്റ ചോദിച്ചു, നീ ചോദിക്കും എന്താണ് ഇന്റലിജൻസ്? ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ കേപ്പബിലിറ്റി എങ്ങനെയാണല്ലോ. ഈ കേപ്പബിലിറ്റിക്ക് വേണ്ട വേറൊരു സാധനം എന്താണ്? കോമൺ സെൻസ്. കോമൺ സെൻസ് ആണോ? അത് ഇന്റലിജൻസിന്റെ ഒരു ഭാഗമാണ്. ഭാഗമാണ്. ഒരു മനുഷ്യൻ നമുക്ക് ഒരുപാട് വിവരമുണ്ട്, പക്ഷെ കോമൺ സെൻസ് ഇല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളായിട്ട് ഇടപഴകുന്നില്ല. പണ്ട് അങ്ങനത്തെ കാറ്റഗറി ഉണ്ടായിരുന്നു, ഭയങ്കര ഇന്റലിജന്റ് ആണ്. വകതിരിവെന്നാണോ നീ ഉദ്ദേശിച്ചത്? അത് ഈ ടെക്നോളജി കാരണം പിള്ളേർക്ക് കോമൺ സെൻസ് സെയിം ആണ്. ഞാൻ പറഞ്ഞുതരാം, സംഭവം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പണ്ട് നമ്മൾ ഈ പറഞ്ഞ ഓട്ടിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കേട്ടിട്ടുണ്ടോ? ഇതുള്ള കുട്ടികൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ മാത്രമേ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ, ബാക്കി എല്ലാത്തിലും അവർ ഭയങ്കര വീക്കായിരിക്കും. ഓക്കെ. ഇപ്പൊ ഈ പറയുന്ന ഇന്റലിജൻസ്, ഈ ടെക്നോളജി കൊണ്ട് പിള്ളേർ ഇന്റലിജന്റ് ആവുന്നു പറയുന്നില്ലേ? ഇതിൽ എല്ലാവരും അത് ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് ഇന്റലിജന്റ് ആവുന്നില്ല. ചില പിള്ളേർ ഈ ചെറുപ്പം മുതലേ പിള്ളേരൊക്കെ ഫോണിലാണ്, ഫോണ്, കമ്പ്യൂട്ടർ, ഇങ്ങനെയാണ് പിള്ളേർ പോകുന്നത്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന യൂസ് ചെയ്യുന്ന എല്ലാ കുട്ടികളും ഇന്റലിജന്റ് ആകുന്നില്ല. ചിലര് പ്യുവർലി അഡിക്ഷൻ മാത്രമാണ്. അതായത് ഇവർ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എടുക്കുന്നത് യൂട്യൂബിൽ ഷോർട്സ് കാണാം, യൂട്യൂബ് വീഡിയോസ് കാണാം, ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണാം, ഇതിനു വേണ്ടി മാത്രമാണ്. അഡിക്ഷൻ വേറെ. ഇതിന്റെ അഡിക്ഷൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയുന്ന എല്ലാവരും. അതായത് ഇന്റലിജൻസ് മാത്രമല്ല, എല്ലാ പിള്ളേരും ഇത് യൂസ് ചെയ്യുന്നോണ്ട് എല്ലാ പിള്ളേരും ഇന്റലിജന്റ് ആവുന്നില്ല. സാധനം ഉപയോഗിച്ചാലും അല്ല, എല്ലാ പിള്ളേരും അഡിക്റ്റീവ് ആവുന്നില്ല. അപ്പൊ പറഞ്ഞ പിള്ളേര് ഇന്റലിജന്റ് ആവും എന്നാണോ പറഞ്ഞത്? എല്ലാവരും ഇന്റലിജന്റ് ആവുന്നുണ്ടോ അത് ഉപയോഗിക്കുന്നോണ്ട്? അല്ല, കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇന്റലിജന്റ് ആവുന്നവര് പണ്ടും അവർക്ക് വഴികളുണ്ടായിരുന്നു, ലൈബ്രറീസ് ഉണ്ടായിരുന്നു. അത് തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്. ആക്സസ് ഉള്ള അല്ല, ഈ ആക്സസ് അല്ലേ ഈ ടെക്നോളജി കൊടുക്കുന്ന. ടെക്നോളജിയിൽ ആക്സസ് ഉണ്ട്, പണ്ട് ലൈബ്രറിയിൽ ആക്സസ് ഉണ്ട്, പക്ഷെ ഇത് ഉപയോഗിക്കുന്നവര് കുറവാണ്. അന്ന് ഞാൻ ചോദിക്കാം, നീ സ്കൂളിൽ പഠിച്ച സമയത്ത് നീ എത്രത്തോളം ലൈബ്രറി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നീ എത്ര പുസ്തകത്തിനെ പറ്റി നിന്റെ ചെറുപ്പത്തിൽ നീ കേട്ടിട്ടുണ്ട്? ഓഡിയോ ഫയൽസ് കാര്യങ്ങളൊക്കെ നീ എത്ര ബുക്ക് വായിച്ചിട്ടുണ്ടാവും? അത്യാവശ്യം ബുക്ക്. അത് പക്ഷെ എത്രയോ പിള്ളേർ ഇപ്പൊ ഓഡിയോ ഫയൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എത്ര പിള്ളേർ യൂസ് ചെയ്യുന്നില്ല? ആവശ്യമുള്ളവര് അന്നും ഇന്നും യൂസ് ചെയ്യുന്നു. അന്ന് ലൈബ്രറി മര്യാദയ്ക്ക് വായിക്കാൻ മെനക്കെട്ട ആൾക്കാരൊക്കെ ഇപ്പൊ ഓഡിയബിൾ ഈ വീഡിയോ നമ്മള് മെനക്കെട്ട ആൾക്കാർ ഇപ്പൊ ട്രാൻസ്ഫോം ചെയ്ത കാര്യമില്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മള് കുട്ടികളുടെ കാര്യം. കുട്ടികൾക്ക് നല്ല കാര്യമല്ലേ? അല്ല, കുട്ടികൾക്ക് നല്ലതല്ല. കാരണം ഞാൻ പറയട്ടെ, എല്ലാ കുട്ടികൾക്കും നല്ലതല്ലാന്നേ ഞാൻ പറയുന്നുള്ളൂ. പണ്ട് ലൈബ്രറി ഈ പറഞ്ഞ പോലെ താല്പര്യമുള്ളവർ യൂട്ടിലൈസ് ചെയ്തവർക്ക് അതിന്റെ ഗുണങ്ങളുണ്ടായി. ഇന്ന് ടെക്നോളജി ആയാലും മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എല്ലാവരും മര്യാദയ്ക്കല്ല യൂട്ടിലൈസ് ചെയ്യുന്നത്. കുട്ടികള് ഫോൺ അഡിക്റ്റ് ആയി. അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഇന്നത്തെ പിള്ളേരിൽ എത്ര പേര് പുറത്തിറങ്ങി ഓടിച്ചാടി കളിക്കുന്നുണ്ട്? വളരെ ചുരുക്കം, റയറായി. നമ്മുടെ കുട്ടിക്കാലത്ത് എന്താ, എത്ര പേര് വീട്ടിൽ കയറും? അതെ, കുറച്ച് പിള്ളേർ അതിനെങ്കിലും പോകുന്നുണ്ട്. ഫുട്ബോൾ ഇൻട്രസ്റ്റ് ടർഫിൽ പോയി കളിക്കുന്നുണ്ട്. പക്ഷെ അതും കുറച്ച് പ്രായമായിട്ടുള്ള പിള്ളേരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ മൊബൈൽ കുത്തിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ തീരെ. അതായത് ഇന്ന് കൊച്ചു കുട്ടികള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അമ്മമാര് കയ്യിലെടുത്ത് കൊടുക്കുന്നത് ഫോണാണ്. പണ്ട് അമ്പിളിമാമനെയും കാണിച്ച് കുറുക്കന്റെയും കാക്കയുടെയും കഥ പറഞ്ഞു കൊടുത്തും ചോറ് കൊടുത്തിരുന്നു. ഇന്നിപ്പോ എന്നിട്ടാ
ഫോൺ എടുത്ത് കൈ കൊടുക്കും. ഈ ഫോണ് കണ്ടോണ്ടിരിക്കുമ്പോ കുട്ടി ഫുൾ കോൺസെൻട്രേഷൻ ഫോണിനകത്താ. എന്നിട്ട് അറിയാണ്ട് വായ തുറക്കും, ആ സമയത്ത് ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ കഴിക്കുന്ന ഒന്ന് അത് ശരീരത്തിന് നല്ലതല്ല, അങ്ങനെ ഫുഡ് കഴിക്കുന്നത്. കാരണം ഇവര് ഇത് അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നതല്ല, കോൺസെൻട്രേഷൻ മൊത്തം ഫോണിലാ. ആ സമയത്ത് വായലും കൊണ്ട് മുട്ടിക്കുന്നവർ അറിയാണ്ട് വായ തുറക്കുന്നു. അത് ഒരിക്കലും കുട്ടിക്ക് നല്ലതല്ല. പിന്നെ സ്ക്രീൻ ടൈം, ഇത്ര ചെറിയ പിള്ളേരുടെ കണ്ണിന് നല്ലതാണ് സ്ക്രീനിന്റെ ലൈറ്റ്. ഇതൊക്കെ മിതമായിട്ട് ഉപയോഗിക്കുന്നവരെ പറ്റി പറ. മിതമായിട്ട് അത് ഞാൻ പറഞ്ഞേ. നമ്മുടെ ടോപ്പിക്കിന്റെ കാര്യം എന്താണ്? ഇത് ഇവരെ നമ്മൾ വളർന്നു വന്ന സാഹചര്യമുണ്ട്, ഞാനും നീയൊക്കെ വളർന്നു വന്ന സാഹചര്യമുണ്ട്. അന്ന് ടെക്നോളജി ഇത്ര വളർന്നിട്ടില്ല. ഉണ്ട്. ഞാൻ പറഞ്ഞേക്ക്, ഞാൻ ടെക്നോളജി ഇപ്പൊ ഫോൺ അവൈലബിലിറ്റി നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ എനിക്ക് ഫോൺ ഉപയോഗിക്കാനോ ഗൂഗിൾ ചെയ്ത സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മളെ ഹെൽപ്പ് അല്ല, നമ്മളെ കുട്ടികളെ ഇത് ഒരുപാട് ഇപ്പൊ എന്തെങ്കിലും നമ്മളൊരു അസൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിനും ആ കട നോക്കി എഴുതും, അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യും. ഇന്ന് അതുപോലെയാണോ? ഇന്ന് എത്ര രീതിയിൽ അവരെ ഏതൊക്കെ ഫോമിൽ എന്തൊക്കെ രീതി ChatGPT ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ പല ഡയമെൻഷൻസ് അറിയാൻ പറ്റും. അല്ല, ആ അറിവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ പറയാം. ഈ പറഞ്ഞ പോലെ AI ഉപയോഗിച്ചാൽ ChatGPT അതുപോലത്തെ AI ഉപയോഗിച്ച് അസൈൻമെന്റ് എഴുതുമ്പോൾ എന്താ അവിടെ നഷ്ടപ്പെടുന്നത്? പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞ ഒറ്റ ഉണ്ട്. സെയിം തന്നെയാണ് പേഴ്സണൽ ഒപ്പീനിയൻ രണ്ടുപേരുടെയും. അതെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മള് AI ഉപയോഗിച്ചിട്ട് അസൈൻമെന്റ് എഴുതുന്നു. ഈ അസൈൻമെന്റും പ്രൊജക്ടുകളും തരുന്നത് എന്തിനാണെന്നറിയോ? അല്ലല്ല, വെയിറ്റ്, ഞാൻ ചോദിക്കട്ടെ. എന്തിനാണ് അസൈൻമെന്റും പ്രൊജക്ടും തരുന്നത് സ്കൂളിൽ നിന്ന്? നമ്മൾ അതിനെ പറ്റി പഠിച്ചിട്ട് എഴുതാൻ ആണല്ലോ. നമ്മൾ അതിനെ പറ്റി റിസർച്ച് ചെയ്ത് എഴുതാനാണ്. പിള്ളേരിപ്പോ ചെയ്യുന്നതാണെന്നറിയോ? എന്താ? ChatGPT കയറും, എനിക്ക് സ്കൂളിൽ നിന്ന് അസൈൻമെന്റ് തന്നു, ഇതാണ് ടോപ്പിക്, എനിക്ക് അസൈൻമെന്റ് റെഡി ആക്കി താ. ഇത് ChatGPT ഫുൾ ഫോർമാറ്റിൽ തരും. അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അത് അതിലെന്താ പിന്നെ അത് വായിച്ചു നോക്കി അത് മനസ്സിലാക്കിയിട്ടില്ല. അതാണ് പ്രശ്നം. വായിച്ചു നോക്കില്ല പിള്ളേര്. ഈ കിട്ടുന്ന സാധനം അതുപോലെ കോപ്പി അടിച്ച് എഴുതി വെച്ച് കൊണ്ടുപോകും. നീ അങ്ങനെ വിചാരിക്കണോണ്ടാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മറിച്ചു നോക്കി എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ഈ ഫോണിൽ നോക്കി ഇവരും ചെയ്യുന്നത്. അങ്ങനെ വ്യത്യാസം. അപ്പൊ നീ നോക്കിയാൽ എഴുതിയത് അതത്ര ഉണ്ടാവുള്ളൂ. ഇല്ല, നീ വേറെ ആളുടെ നോക്കും, നീ ലൈബ്രറി നോക്കിയതും നമ്മള് ഗൂഗിൾ ചെയ്യും, ലൈബ്രറിയിൽ ബുക്കുകൾ എടുക്കും, റെഫർ ചെയ്യും. ഈ റെഫർ ചെയ്യുന്നതും ആ റെഫർ ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് ക്രിസ്പായിട്ട് നമ്മളിങ്ങനെ 100 പേജ് നമ്മൾ 100 പേജ് നോക്കുമ്പോ ആ 100 പേജിൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പിള്ളേർ ChatGPT കൊടുക്കുമ്പോൾ ഇവർക്ക് എന്താണോ അസൈൻമെന്റിന് ആവശ്യം ഇത് മാത്രമേ കിട്ടുന്നത്. ആ പോയിന്റ് ഇവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ പോയിന്റിലേക്കല്ലേ ഇത് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ശരി എന്ന് ഞാൻ പറയാം. എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും ഇന്ന് ബാൻ ചെയ്യുന്നു? എന്ത് ബാൻ ചെയ്യുന്നു? ഈ ChatGPT ഒക്കെ എഴുതി കൊണ്ടുവന്നത് ഇപ്പൊ ബാൻഡാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇപ്പൊ മാഷ്മാരെന്താ ചെയ്യുന്നറിയോ? ഈ സാധനം ഫുള്ള് എടുത്തിട്ട് മാഷന്മാര് പിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആരോട് ചോദിക്കണം? ഇപ്പൊ കറക്റ്റ് ആയിട്ട് മാഷന്മാര് എല്ലാവരും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്നത് മാഷന്മാർ ഇത് പഠിച്ച സാധനമാണ്. അവർക്ക് ഡൗട്ട് വരുന്നത് അവർക്ക് ഗൂഗിൾ ചെയ്യും, അവർ അതിൽ ചോദിക്കും ഡൗട്ട് വന്നാൽ. ഇപ്പൊ നീ ജോലി എടുക്കുന്ന സ്ഥലത്താന്ന് വെച്ചോ, നീ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നീ എന്താ ചെയ്യുന്നത്? കിഡ്സ് ആണെങ്കിൽ തന്നെ നിനക്കൊരു സംശയം വന്നു, ചെറിയ കുട്ടിയായിരുന്നപ്പോ നിനക്ക് ആ കാര്യത്തിനെ കറക്റ്റ് ആയിട്ട് ഒരു പോയിന്റ് കിട്ടുന്നു. നിന്റെ സമയ ലാഭം, നിനക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ. ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് വന്ന് നിന്ന് എയുടെ കാര്യത്തില് യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറയണില്ല. യൂസ് ചെയ്യുക, അത് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അറിയാത്ത കാര്യം അറിയാൻ വേണ്ടിട്ടോ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടോ യൂസ് ചെയ്യുക. അല്ലാതെ അസൈൻമെന്റ് കിട്ടുമ്പോ അത് അങ്ങനെ തന്നെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്ത് ഒരു പോലും വായിച്ചു നോക്കാണ്ട് കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആവരുത്. ഇവര് വായിച്ചു നോക്കുന്നുണ്ടോ? നീ അല്ലെങ്കിൽ നീ പണ്ട് ടെസ്റ്റ് ബുക്ക് എഴുതുമ്പോഴും അത് വായിച്ചു നോക്കിയിട്ട് തന്നെ വായിച്ചു നോക്കാണ്ട് ഓപ്ഷൻ ഇല്ല ബുക്കിൽ നിന്ന് എടുക്കുമ്പോ. ഇതിപ്പോ ബ്ലൈൻഡ് ആയിട്ട് എഴുതാന്ന് നിങ്ങൾ അങ്ങനെ ജഡ്ജ് ചെയ്യാണോ? അല്ല, അല്ല ഇപ്പൊ കുട്ടികൾ അസൈൻമെന്റ് ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും ചുമ്മാ സാധനം എന്താന്ന് പോലും നോക്കാതെ ചെയ്യാന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഫാക്ട് ആണ്. അച്ഛനമ്മയ്ക്ക് അല്ല, അസൈൻമെന്റ് എഴുതാൻ വേണ്ടി ഒരു ചെറിയ കൊച്ചാന്ന് വെച്ചോ, അസൈൻമെന്റ് ബോധമാകുമ്പോ ഓക്കെ, ആ പ്രായമാകുമ്പോ പിള്ളേര് ഇതായിട്ട് കറക്റ്റ് ആയിട്ട് നോക്കുവാന്ന് ചുമ്മാ അങ്ങ് ബ്ലൈൻഡ് ആയിട്ട് പറയാം. ഞാൻ തുടക്കത്തില് ലൈബ്രറിയുടെ ആയാലും ബുക്കിന്റെ ആയാലും ഇപ്പൊ ടെക്നോളജിയുടെ ആയാലും ഞാൻ ഒരു പോയിന്റ് പറഞ്ഞ
ശ്രദ്ധിച്ചായിരുന്നു? എന്താ അത്? മര്യാദക്ക് യൂസ് ചെയ്യുന്നവര്. എടാ എന്ത് സാധനം ലോകത്ത് മര്യാദക്ക് യൂസ് ചെയ്യാതെ നടപടി ആവില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഈ നീ point ജനറേഷനെ എന്താ? അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാണ് മൊത്തം. മൊത്തത്തില് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ പിള്ളേര് ജനറലി ഇതാണ് ചെയ്യുന്നത്. അതായത് അതുകൊണ്ട് ഈ സാധനം ഇന്റലിജന്റ് ആക്കും എല്ലാവരെയും എന്ന് പറയുന്നത് ലോക തെറ്റാണ്. എടാ ഇത് അവർക്ക് ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുമല്ലേ? അതാ എടാ പറഞ്ഞത്. നമ്മളിപ്പോ ഞാനി- നമ്മള് ഓർമ്മയിലല്ല ഞാൻ സൂക്ഷിക്കണം. എന്താ പോയിന്റ് പറഞ്ഞേ? നീ പറയുന്ന പോയിന്റിൽ അല്ല പറ, ഒന്ന് റിപ്പീറ്റ് ചെയ്യ്. നീ പറ. ഇല്ല നീ പറ. പറഞ്ഞ പോയിന്റ് നീ ഇല്ല, പറ. ഞാൻ പറഞ്ഞ പോയിന്റ് നീ റിപ്പീറ്റ് ചെയ്യ്. ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, നീ പറ. ഞാൻ ഓൾറെഡി 3 പ്രാവശ്യം പോയിന്റ് ഇന്റലിജന്റ് പറഞ്ഞു. ആക്കോ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ എന്താ നീ അത് പറയും. ആ, ഞാൻ നീ 3 തവണ പറഞ്ഞു. ഇന്റലിജന്റ് ആക്കോ പിള്ളേരെ എന്നാണ് നീ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ ഇപ്പൊ ലാസ്റ്റ് വരെ ഞാൻ പറഞ്ഞ എന്താ മര്യാദക്കുള്ള എടാ, എടാ പറയുന്ന മുഴുവൻ കേക്ക്. ഓക്കെ ഓക്കെ. ബുക്സ് ആയാലും പണ്ട് ലൈബ്രറി ആയാലും ഇപ്പൊ ഈ ടെക്നോളജി ആയാലും മര്യാദക്ക് യൂട്ടിലൈസ് ചെയ്ത് ഇന്റലിജന്റ് ആവുന്ന പിള്ളേരുണ്ട്. അത് പണ്ട് ലൈബ്രറി കാലത്തിലും ഇന്ന് ടെക്നോളജി യൂസ് ചെയ്യുന്നതിനേക്കാൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ ടെക്നോളജി വന്നതിന് ശേഷം ഒന്നല്ലല്ലോ ഇന്റലിജൻസ് ഉണ്ടായത്. അപ്പോ അത് മര്യാദക്ക് യൂട്ടിലൈസ് ചെയ്ത അന്നാണെങ്കിലും ഇന്നാണെങ്കിലും പ്രോപ്പർ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇന്നത്തെ പിള്ളേര് എല്ലാവരും അത് യൂസ് ചെയ്യുന്നത് പോലെ അല്ല. ഓക്കെ ടെക്നോളജി മോശമായിട്ടുള്ള രീതിക്ക് വെറുതെ എന്റർടൈൻമെന്റ് യൂസ് ചെയ്യുന്നവരുണ്ട്, എല്ലാ രീതിക്കും യൂസ് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാവരും ഇന്റലിജന്റ് ആവുന്നില്ല. ഞാനൊരു പോയിന്റ് പറയട്ടെ. പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണതിന്റെ കാര്യമല്ല പറഞ്ഞ. ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യുമ്പോ അവർക്ക് കുറച്ചുകൂടെ കാര്യപ്രാപ്തിയും കാര്യങ്ങളും വരുന്നുണ്ടെന്നുള്ള കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. നിന്റെ അനിയന് എന്റെ അനിയൻ നല്ല ബുദ്ധിയാ, അടിപൊളിയായിട്ട് പഠിക്കും. പ്രൊജക്ട് അസൈൻമെന്റ് ഒക്കെ കറക്റ്റ് സബ്മിറ്റ് നല്ല എല്ലാ 10ലും +2 ഫുൾ ഓക്കെ. പക്ഷെ അവിടെ പ്രശ്നം വരുന്ന കാര്യപ്രാപ്തി എന്ന് പറഞ്ഞ സാധനം നീ പറഞ്ഞില്ലേ, അതില്ല അവന്. നീ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെയൊക്കെ പറയാണ് നിന്റെ വീട്ടിലെ അനിയനെ പറ്റി. ഞാൻ പറഞ്ഞേക്ക് എത്രയോ പിള്ളേര് നിന്റെയൊക്കെ പ്രായത്തില് നീ ടൗൺ വിട്ടു പോകണ്ടോ? ഇല്ലല്ലോ. എന്റെ പ്രായത്തിലോ? അല്ല, ഞാൻ പറഞ്ഞ നമ്മുടെ പ്രായത്തിലുള്ളവര് എത്ര തവണ ഈ ഗൂഗിൾ മാപ്പോ കാര്യങ്ങളോ ChatGPT വെച്ച കാര്യങ്ങളോ ഒന്നും അറിയാത്ത, ഗൂഗിൾ മാപ്പ് പോലില്ലാത്ത കാലത്ത് ഒറ്റയ്ക്ക് ചെന്നൈ വരെ പോയിട്ടുണ്ടോ? എടാ നിന്റെ കാര്യം അല്ലടാ പറഞ്ഞ. പലരും ഇപ്പോ ഈ കാണുന്ന ടെക്നോളജി ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന. നീ പറഞ്ഞോ പോയിന്റ്, എന്റെ കാര്യമല്ല. പലരും ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. മര്യാദക്ക് ചെയ്യുന്നവരും ഉണ്ട്, അല്ലാണ്ട് ചെയ്യുന്നവരുണ്ട് എന്ന് വെച്ച് കോമൺലി ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്ന വെച്ച് എല്ലാവരും ഇന്റലിജന്റ് ആകുന്നില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. എടാ ഇന്റലിജന്റ് കൂട്ടൂന്നാണ് ഞാൻ പറയുന്ന ആൾക്കാരെ. ആ പോയിന്റിലേക്ക് നീ വാ. ഒരിക്കലും എല്ലാവർക്കും സംഭവിക്കുന്നില്ല. ഞാൻ ഓക്കെ, എല്ലാവരും ഇപ്പോഴത്തെ ടെക്നോളജി പിള്ളേരെല്ലാവരും പ്രോപ്പർ ആയിട്ടാണ് യൂസ് ചെയ്യണം. മിസ്യൂസ് ചെയ്യണില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഇൻഫോർമേഷൻ പെട്ടെന്ന് കിട്ടും. എന്താവശ്യമെങ്കിലും പെട്ടെന്ന് കിട്ടും അല്ലേ? അതെ, അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്. പക്ഷെ അവിടെ അവര് മിസ്സായി പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ലൈഫിൽ അവർക്ക് ആക്റ്റീവ് ആവാൻ പറ്റില്ല. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി വേണം ആൾക്കാർ. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ മൊബൈൽ അഡിക്ഷൻ ഡിപ്പെൻഡ് ആവും, എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ആവും. ഇവര് നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി വേറൊരു സംഭവമാണ്. അത് അത് അതിനു വേണ്ടി ഇപ്പൊ നീ പറയുന്ന പോലെ അമ്മ കൊച്ചുങ്ങൾക്ക് കറക്റ്റായിട്ട് അത് അവർക്ക് വിവരമില്ല. അത് നമ്മളെ പോലെ നമ്മുടെ പ്രായത്തിലുള്ള അത് നോക്കണം. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, പിള്ളേർക്ക് ദോഷമാണ്. അത് മനസ്സിലാക്കണ്ടാരാ നീ അതാണ് മെയിൻ പ്രശ്നം. ഞാൻ പറയുന്നത് ഇത്ര നേരം പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താ, ടെക്നോളജി മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പോയിന്റ് പറയുന്നത്, ടെക്നോളജി ഇതിനെ കുറച്ചുകൂടെ പിള്ളേരെ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാനും അത് യൂസ് ചെയ്ത് അവരെ ഇന്റലിജന്റ് ആക്കുന്നുണ്ട്. ഓക്കെ അവരെ കുറച്ചുകൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അവരുടെ അറിവുകൾ കൂട്ടാൻ വേണ്ടി, എല്ലാത്തിനും. അറ്റ് ദ സെയിം ടൈം അവരുടെ മറ്റേ എന്താ പറയുക ഒരു സ്വയം ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. എങ്ങനെ കുറയുന്നു? സ്വന്തമായിട്ട് ചിന്തിക്കുക. ഒരുത്തൻ ചിന്തിക്കുകയാണ് അവന് ഇവിടം വരെ പോണോന്ന്, എവിടം വരെ ചിന്തിക്കാന്ന് പറയുന്നത് ഇമാജിനേഷൻ മാത്രമല്ല. ഈ ചിന്തിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ഡിസിഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞേക്കാം, അവന് സ്വന്തമായിട്ട് ഇവിടെ എറണാകുളം വരെ പോണം. ഒരു 10 വയസ്സുള്ള കൊച്ചിന് ഇപ്പൊ എന്തൊക്കെ ഇതുണ്ട്, അവന് എവിടെ പോവാം, ഏതൊക്കെ റൂട്ടിൽ പോവാം, എങ്ങനെയൊക്കെ പോവാം, എങ്ങനെയൊക്കെ പോയി എത്ര സമയത്ത് എത്തും, ഈ ടെക്നോളജി അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ എന്താ പ്രശ്നം? ടെക്നോളജി ഒരു ദിവസം ലൈഫിൽ നിന്ന് പോയി, അവന്റെ ഫോൺ പോയി, അല്ലെങ്കിൽ അവന് ആക്സസ് ഇല്ല, ഒരു ദിവസം നെറ്റ് ഫുള്ള് കട്ടായി, ബാറ്ററി ഫുള്ള് തീർന്നവൻ.
അവിടെ എടാ, തീർന്നു ബ്ലാങ്ക് ആയി പോവാ. എടാ നിങ്ങൾ അതിന്റെ നെഗറ്റീവ് അത് നശിച്ചു പോയി കഴിഞ്ഞാൽ, അത് ഇല്ലായ്മയായി പോയി കഴിഞ്ഞുള്ള കാര്യം പറഞ്ഞേ. അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നീ ആലോചിച്ചു. അതെന്ത് പോയിന്റ്? നീ പറയുന്ന പോയിന്റ് വാലിഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സാധനം നിലനിൽക്കുന്നു already. അത് കാരണം അല്ല, ഞാൻ പറഞ്ഞേക്കാം അവന്റെ വാലിഡ് ആയിട്ട് നീ പറ. ഇറാന്റെ വാർ നടക്കണല്ലേ? നടക്കുന്നുണ്ട്. ഇറാന്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെയാണ് നമ്മുടെ മെയിൻ ഇത് ഇന്റർനെറ്റിന്റെ ലൈൻ പോകുന്നത് കടലിൽ കൂടെ. ഇറാൻ ഒരു ദിവസം ഒരു 30 വരട്ട സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടെക്നോളജി വർക്ക് ചെയ്യും? എന്നാ നിങ്ങൾ ആദിമ മനുഷ്യനെ പോലെ ജീവിക്കേണ്ട വരും. അത് അറിയണം. എന്തിനാണ് സർവൈവൽ സ്കിൽസ്? സർവൈവൽ സ്കിൽസ് എന്ന് പറഞ്ഞ സാധനം എല്ലാ മനുഷ്യനും എല്ലാ കാലത്തും ഉണ്ട്. അവര് അവരുടെ എല്ലാ കാലത്തും ഉണ്ടാവുന്നല്ല. നീ പറയുന്ന കാര്യം ഇവര് സർവേ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ നീ പറയുന്നത് ഭയങ്കര ബ്ലണ്ടറായിട്ട്. ഞാൻ പറയട്ടെ, എത്ര പിള്ളേർക്ക് ഇപ്പൊ ഞാൻ പറയാം, ഒരു ക്യാമ്പിന് ഉണ്ടായി കഴിഞ്ഞാൽ തീപ്പെട്ടി ഒന്നും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. ഇത് മറ്റേ കോലിട്ട് അരച്ച് തീ ഉണ്ടാക്കാൻ പറഞ്ഞ എത്ര പിള്ളേർക്ക് ചെയ്യാൻ പറ്റും? പിള്ളേർ ചെയ്യോ? അത് ചെയ്യില്ല, അറിയില്ല. അറിയില്ല. കാരണം അവർ ഈ കാണുന്ന ഇൻഫോർമേഷൻസ് ഒന്നും തലയിൽ സൂക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവര് ഈ കാണുന്ന ഈ ജിയോയുടെ സാധനമില്ലേ, നമ്മള് കുറെ യൂട്യൂബിലുള്ള ഇവന്റെ ഒക്കെ വീഡിയോ കാണാറില്ലേ, മറ്റേ M4ടെക്കിന്റെ ഒക്കെ വീഡിയോ പിള്ളേര് കാണുന്നില്ലേ? അപ്പൊ ഈ കാണുന്നുണ്ടും ഇവർക്കൊന്നും അതിന് കണ്ടത് കൊണ്ടൊന്നും പഠിക്കില്ല. അല്ല, എന്റർടൈൻമെന്റ് അല്ല, അതൊക്കെ അവർ ഇൻഫോർമേഷൻ ആയിട്ട് സൂക്ഷിച്ച് ഈ കാണുന്ന ക്യാമ്പിൽ വരുമ്പോ ഇവരൊന്നും ഉപയോഗിക്കില്ല എന്നാണ് പറയുന്നത്. അവർക്ക് പറ്റില്ല. അത് അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. നീ തന്നെ നിന്റെ ജീവിതത്തില് ഇവര് ഫിസിക്കലി ഇതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല. എടാ, ഇത് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്ന നീ തന്നെ എത്ര വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിനക്ക് ഐഡിയ കിട്ടുന്നു ഒരു സ്ഥലത്ത് പോകുമ്പോ? നിനക്ക് ഐഡിയ ഒന്നും വരുന്നില്ലേ? ഞാൻ കറങ്ങാൻ തുടങ്ങിയത് ടെക്നോളജി കണ്ടിട്ടല്ല. അല്ല, ഈ ടെക്നോളജി ഉള്ള പിള്ളേർക്ക് ബോധം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ബോധം കുറവാടാ. അതായത് ഇവർക്ക് ടെക്നിക്കലി ഭയങ്കര നോളജ് ഉണ്ട് നമ്മളെക്കാളും. പക്ഷെ ജീവിതത്തിൽ അവർക്കത് പ്രശ്നം വരുന്നത്, ഈ ടെക്നോളജി ഒരു ദിവസം പണി മുടക്കി കഴിഞ്ഞ് ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് എക്സാമ്പിളിന് വേണമെങ്കിൽ ഞാൻ ഒരു ലോഡ് പിള്ളേരെ പിടിച്ച് കൊണ്ടു തീർത്തി. എന്താ പറയാൻ പോണ നീ? എന്താ പറയാ? ഞാനിതൊന്നും പറയുന്നില്ല, ഞാൻ പറയുന്നത്രേ ഉള്ളൂ. ടെക്നോളജി ഇന്റലിജന്റ് ആക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മുഴുവിപ്പിക്കട്ടെ. ഈ കടന്ന് ചാടിയിട്ട് കാര്യമില്ല. ടെക്നോളജി ഇന്റലിജന്റ് ആക്കും. പണ്ട് ബുക്കുകൾ ഇന്റലിജന്റ് ആക്കിയിരുന്നു. എല്ലാം ശരി. ഇപ്പൊ ഈ പറഞ്ഞ ടെക്നോളജികൾ ഉണ്ടാക്കിയവര് ഈ ടെക്നോളജി വെച്ചല്ല പഠിച്ചത്. അവര് ബുക്സ് റെഫർ ചെയ്താ പഠിച്ചത്. അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. എന്നൊന്ന് പറഞ്ഞു തീർക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയുന്നത്, അന്ന് ഈ ബുക്ക് നോക്കി പഠിച്ചവരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. സോ അന്ന് അതിന്ന് പഠിച്ചു ഇന്റലിജന്റ് ആയവരുണ്ട്. ഇന്ന് ടെക്നോളജി യൂസ് ചെയ്തിട്ട് അതിൽ നിന്നും ഇന്റലിജൻസ് എടുക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ആണ്. അല്ലാണ്ട് ടെക്നോളജി എല്ലാവർക്കും ആക്സസിബിൾ ആണെന്ന് വെച്ചിട്ട് എല്ലാവരും ഇന്റലിജന്റ് ആവുന്നില്ല. ഇത് പ്യുവർ എന്റർടൈൻമെന്റ് മാത്രം യൂസ് ചെയ്ത് വെറുതെ നേരം കൊല്ലിയായിട്ട് യൂസ് ചെയ്യുന്ന പിള്ളേരുണ്ട്. വെറുതെ മോശം ആ കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടേക്ക്. ഇന്റലിജന്റ് ആയിട്ടുള്ള പിള്ളേര് ശരി. നീ പറഞ്ഞ പോയിന്റിൽ എന്താ പറഞ്ഞ, കുറെ പിള്ളേർക്ക് ബോധമില്ലാതെ നീ ചുമ്മാ അങ്ങ് പറയാണ്. അല്ല, പിള്ളേര് ഇത് കാണുന്നോണ്ട് അവരുടെ ലൈഫില് അവർക്ക് ഗുണങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്നില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്തെങ്കിലും തരത്തിൽ ഗുണം ഉണ്ടാവുന്നുണ്ട്. 24 മണിക്കൂറും ഒരു ദിവസം പണ്ടത്തെ കാലം എടുക്കുക, ടെക്നോളജി വരണേക്ക് അന്ന് വെറുതെ നടക്കണ പിള്ളേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ നടക്കണം, പ്രത്യേകിച്ച് ദോഷമൊന്നും. അവര് വെറുതെ നടക്കണം, അവരുടെ സമയം പോകണം. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി യൂസ് ചെയ്ത് വളർന്ന പിള്ളേര് ടെക്നോളജി യൂസ് ചെയ്ത് ഇന്റലിജന്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അല്ലാത്തവരുടെ സമയവും ആരോഗ്യവും ഈ ടെക്നോളജി ട്രെയിൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന പിള്ളേർ എത്ര പേരുണ്ട്? പണ്ട് അവർക്ക് ഗുണം ബുദ്ധി വെച്ച് പോണവര് ബുദ്ധിച്ചു പോകും, ബാക്കിയുള്ളവർ അതാ പറഞ്ഞ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ആണ് എന്തിന്റെ ആയാലും ബേസ് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പൊ ശരിയാണ് നീ പറയുന്നു. ഇപ്പൊ ചില പിള്ളേർ ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ ഇപ്പൊ യൂട്യൂബ് എടുത്തു, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് യൂട്യൂബ് എടുക്കാം. യൂട്യൂബിൽ കാണുന്ന ചാനല് ചില പിള്ളേർ കാണുന്നത് ഈ പറഞ്ഞ പോലെ നോളേജ് കിട്ടാൻ പാകത്തിലുള്ള ചാനൽസ് ആയിരിക്കും. പക്ഷെ ചില പിള്ളേർ കാണുന്നതല്ല, വെറുതെ മറ്റേ കോമാളിത്തരവും മറ്റേ നമ്മുടെ എ ജനറേറ്റഡ് വീഡിയോസ് ഉണ്ടല്ലോ, പൂച്ചയുടെ ഒക്കെ ഈ സാധനമൊക്കെ കണ്ട് സമയം. ഇതില് വലിയൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അവസാനിപ്പിക്കട്ടെ. വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പണ്ട് നമ്മള് ചെറുതായിരുന്നപ്പോ ഉള്ള അറിവിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി ഇന്നത്തെ കൊച്ചു പിള്ളേർക്ക് അറിയാം ഉണ്ട്. ടെക്നോളജി. അതെന്താ അതെനിക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. കൊറേ കൊറേ കാര്യങ്ങൾ ചില പിള്ളേർക്കുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എപ്പോഴും ജനറൽ ആയിട്ടാ ഞാൻ പറയുന്നുള്ളൂ. പോസിറ്റീവ് സൈഡ് മാത്രമേ അല്ല, പോസിറ്റിവിറ്റി പറയുമ്പോഴും അത് ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജനറൽ ആയിട്ട് എല്ലാ പിള്ളേർക്കും അത് കിട്ടുന്നില്ല. എന്താണ് നീ ഉദ്ദേശിക്കുന്നത് ഇന്റലിജൻസ്? ഒരു ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇവൻ പറഞ്ഞ പോയിന്റിന്റെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ എല്ലാവർക്കും വിവരം കൂടുതലാണ് നമ്മുടെ പ്രായത്തിൽ. അറിവ് ശരി, അറിവും വിവരം ശരി. കറന്റ് അഫയേഴ്സിനെ പറ്റി ഇവരൊക്കെ അറിയുന്നില്ലേ? പിള്ളേരെന്ന് പറഞ്ഞാൽ നീ എത്ര വയസ്സുള്ള പിള്ളേരെ? എത്ര വയസ്സുള്ള 10ാം ക്ലാസ് വരെയുള്ള പിള്ളേർ, 10ാം ക്ലാസ് പ്ലസ് ടു ഉള്ള പിള്ളേർക്ക് കറന്റ് അഫയേഴ്സിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഇപ്പൊ വിളിച്ച് ഞാൻ കേട്ടു തരാം 10 പിള്ളേരെ. എടാ ഇവരൊക്കെ ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ടാ, ന്യൂസും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്ര പേരെ പരിചയമുണ്ട്? ഈ പറഞ്ഞ പോലെ പേരെ പരിചയമുണ്ട്. ഞാൻ ഇവരോട് സംസാരിക്കാറുണ്ട് ഈ കാര്യങ്ങള്. എന്നാ അവർക്ക് മാത്രമേ ഉള്ളൂ ആ സാധനം കേട്ടോ. കാരണം പൊതുവെ പിള്ളേര് ഭയങ്കര വീക്കാണ്. ഞാൻ പറഞ്ഞ മര്യാദക്ക് ഉപയോഗിക്കുന്ന പിള്ളേർക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിവുണ്ട്. ഇപ്പൊ നീ നല്ലത് ചീത്ത ഇവരറിയുന്നുണ്ടാ. എടാ എല്ലാവരും അതാ പറഞ്ഞു വരുന്നത്. ഇത് എല്ലാവരും ഒരുപോലെ അല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് പഠിക്കുമ്പോഴാ, ഈ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് തന്നെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ കുറെ പിള്ളേരുണ്ട് അന്ന് കറണ്ട് അഫയേഴ്സും ജീവിക്കാൻ നല്ല ഹൈ ആയിട്ടുള്ളവര്. ആവറേജ് സ്റ്റുഡൻസ് ഉണ്ട്, ബിലോ ആവറേജ് സ്റ്റുഡൻസ് ഉണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ടെക്നോളജി വന്നാൽ അതിന് മാറ്റമൊന്നുമില്ല. ടെക്നോളജി വന്നുകൊണ്ടും പിള്ളേർ അതേ ലെവലിൽ തന്നെയാണ്. മറ്റേ കഴിവുള്ള പിള്ളേർ ടോപ്പ് സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആവറേജ് കാറ്റഗറി ഉണ്ട്, അതിൻ്റെ ഇടയിൽ ബിലോ ആവറേജ് ഇപ്പോഴും ഉണ്ട്. അതില് ഞാനൊരു പോസിറ്റീവ് ഞാൻ പറയാൻ വന്നെന്ന് പറഞ്ഞു. ഇപ്പൊ ടെക്നിക്കൽ സൈഡ് ഇപ്പൊ കുറെ കാര്യങ്ങള് ഓൺലൈനായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ ഓരോ ആപ്ലിക്കേഷനുകൾ കാര്യങ്ങള്, പിന്നെ ഓരോരോ റീചാർജ്, അങ്ങനത്തെ കുറെ ഓൺലൈൻ പരിപാടികളുണ്ടല്ലോ. അതൊക്കെ നമുക്ക് അറിയണേക്കാൾ പെട്ടെന്ന് അറിയാൻ പറ്റും. അതൊരു പോസിറ്റീവ് സൈഡ് മാത്രമാണ്. പിള്ളേരുടെ സിലബസ് കുറച്ചുകൂടെ ഇപ്പൊ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് CBSE സിലബസില് 2ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് കണ്ടാണ്. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സിലബസിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവള് പ്രോഗ്രസ് ആയിട്ട് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും സിലബസ് അല്ലേ പഠിക്കുന്ന സ്കൂളിൽ. അത് കുറച്ചൊക്കെ പിള്ളേർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജീവിച്ച കാലമല്ല, നമുക്കന്ന് ഗാഡ്ജറ്റ്സിനെ കുറിച്ച് അല്ല. ഇത് കുറച്ചുകൂടെ അവരെ വിഷ്വലി കുറച്ചുകൂടെ പ്രോഗ്രസ് കൊണ്ടുവന്നില്ല ഈ ടെക്നോളജി കാരണം. അവർക്ക് പഠിക്കാനും ആ രീതിയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനും. അതാ പറയുന്നേ, ഇതെല്ലാവർക്കും ജനറലി കിട്ടുന്ന സാധനമല്ല. അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇവരെ ആ ടെക്നോളജി സപ്പോർട്ട് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. യൂസ് ചെയ്യുന്ന പിള്ളേർ അല്ല, അത് കാണുന്ന പിള്ളേർക്ക് അത് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഉത്തരം പറയുന്നത്. സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോ അത് യൂസ്ഫുൾ ആണ്. നമുക്ക് ബുക്സിൽ തന്നതിനേക്കാൾ പെട്ടെന്ന് നീ കാണുന്ന ടെസ്റ്റ് നമ്മൾ പണ്ട് ഇപ്പൊ കാക്കയുടെ ശബ്ദം വേണമെങ്കിൽ അത് ഞെക്കിക്കഴിഞ്ഞാൽ കാക്കയുടെ ഇത് വരും. നമ്മുടെ പോയിന്റ് എന്താ, നീ അങ്ങനത്തെ ബുക്ക് കണ്ടല്ലോ. നമ്മുടെ പോയിന്റ് എന്താ? നീ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു. പിള്ളേരെ ഇന്റലിജന്റ് ആക്കണമെന്നുണ്ടോ? കുട്ടികളെ ടെക്നോളജി സപ്പോർട്ട് ചെയ്ത് കുറച്ചുകൂടെ ഇന്റലിജന്റ് ആക്കാൻ പറ്റുന്നുണ്ടോ? ഇന്റലിജൻസ് കൂടുന്നുണ്ടോ ഈ വിഭാഗത്തിന് ആൾക്കാർക്ക്? കുട്ടികൾക്ക് ഇന്റലിജൻസ് കൂടുന്നുണ്ട്. സ്കൂളില് സ്മാർട്ട് ക്ലാസും പ്രൊജക്ഷൻസും വെച്ച് കൊടുക്കുമ്പോൾ അവരുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് നമ്മൾ വായിച്ചെടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ജനറൽ കാറ്റഗറിനെയാണ്. ആ ജനറൽ കാറ്റഗറിയിൽ പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ നീ പറയുന്നത് ബോധമില്ലാന്ന് കുറെ പിള്ളേർക്ക് പറയുന്നു. അത് സത്യമാണ്. അങ്ങനെ കുട്ടികൾ അങ്ങനെയാണ് പോകുന്നത്. പഴയ എല്ലാവർക്കും ബോധം ഉണ്ടെന്നാണോ നീ പറഞ്ഞത്? പഴയവർക്ക് ബോധമുണ്ട്. നിന്റെ കൂടെ പഠിച്ച എല്ലാവർക്കും ഒരേപോലത്തെ ബോധം ഉണ്ടായിരുന്നു. ടെക്നോളജി ഇല്ലാത്തോണ്ടാണോ അത് ബോധമില്ലാത്ത? അല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയാം. ചോദ്യത്തിന് ഉത്തരം പറയാ. ഇല്ല, ഇത്ര നീ ആ ചോദ്യത്തിന് ഉത്തരം നീ മിണ്ടായിരുന്നല്ലോ പറയാൻ പറ്റുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയട്ടെ. ഇത്ര നേരം ഞാൻ പറഞ്ഞേല് പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും ബോധം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, നീ പിന്നെന്താ ഈ കാലത്തുള്ള പിള്ളേർക്ക് ബോധമില്ലാന്നല്ലേ നീ പറയണേ? എടാ ശ്രീ, ഞാൻ ചോദിക്കുന്ന കാര്യത്തില് നേരത്തെ പറഞ്ഞ പണ്ട് കാലത്ത് ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് ബോധമില്ലാത്ത പിള്ളേരുണ്ടായിരുന്നു. അത് പഠിച്ച് വരാത്ത പിള്ളേര് അങ്ങനെ തന്നെ ഇരുന്നിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരുടെ കൂടുതൽ എനർജിയും ടൈമും ഇത് വലിച്ചെടുത്തോണ്ട് പോണു. അത്രേ ഉള്ളൂ വ്യത്യാസം. അതായത് പണ്ട് പഠിക്കാത്ത പിള്ളേരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവര് സ്പോർട്സിലെങ്കിലും ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ അതുമില്ല. ഇപ്പൊ വെറുതെ ഈ മൊബൈൽ ഇതുള്ളതുകൊണ്ട് പഠിച്ചു പോയവരുടെ കാര്യം വിടും. പണ്ട് പഠിച്ചു പോയവരും പോയി, ഇപ്പൊ ടെക്നോളജി യൂസ് ചെയ്ത് വരുന്ന പിള്ളേരും ആ വഴി നല്ല വഴിക്ക് തന്നെ പോയി. അല്ലാത്ത കാറ്റഗറീസ്, പുറകോട്ട് നിൽക്കുന്ന കാറ്റഗറീസ്,
പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു സമയം കളയാൻ വേറെ പല ആക്ടിവിറ്റീസും ഉണ്ടായി. അതിലും തെണ്ടി തിരിഞ്ഞു പോണ പിള്ളേരുണ്ട്. അത് പോട്ടെ, ചിലവര് നല്ല രീതിയിൽ സ്പോർട്സ് കോട്ടയെ കയറി ലൈഫും നന്നായിട്ട് മാറിയവരുണ്ടാവാം. പറഞ്ഞ പോലെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ വന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്സ്, മീഡിയ അങ്ങനത്തെ സെക്ടറിലേക്ക്, ബുക്ക് റൈറ്റിംഗ് അങ്ങനത്തേക്ക് വന്നവരുണ്ടാവാം. ഇപ്പൊ ടെക്നോളജി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറകോട്ട് നിൽക്കുന്ന പിള്ളേര് അതില് ഒന്നും യൂസ് ചെയ്യാണ്ട് തെണ്ടി തിരിഞ്ഞു പോണവര് പഴയ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. അല്ലാണ്ടുള്ളവര് കുറെ പേർക്ക് കഴിവുണ്ടാവും, പൊട്ടൻഷ്യൽ ഉണ്ടാവും, സ്പോർട്സിലും അതിലും പൊട്ടൻഷ്യൽ ഉണ്ടാവും. അവര് പക്ഷെ അത് യൂസ് ഈ ആർട്സിലുള്ളവർക്കൊക്കെ ഈ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുള്ളവര് ടെക്നോളജി സപ്പോർട്ട് എത്ര വരയ്ക്കാനുള്ള കാര്യങ്ങളും ഇപ്പൊ എക്സാമ്പിൾ അവർക്ക് ടെക്നിക്ക് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് എന്തോരം പഠിക്കാൻ പറ്റും. ഇതെന്താ പ്രശ്നം? ഇതെല്ലാത്തിന്റെ പ്രശ്നം പറയുന്ന ഇതാണ്, മര്യാദക്ക് യൂസ് ചെയ്യുന്ന പിള്ളേർ കുറവായിട്ട്. പിള്ളേർക്ക് പുറത്തു പോകാനും കളിക്കാനും താല്പര്യം ഉണ്ടാവും, വേറെ പിള്ളേരാരും ഉണ്ടാവില്ല. അപ്പൊ ഇവരും മറ്റവരെ പോലെ ഫോൺ നോക്കിയിരിക്കും. കാരണം ബാക്കിയുള്ള പിള്ളേരും ഫോൺ നോക്കിയിരിക്കണേ, വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ പുറത്തു പോയി കളിക്കാനുള്ള സ്ഥലങ്ങളില്ല, കുറഞ്ഞു. അതെന്തോണ്ടാ പിള്ളേര് പുറത്തു വരണില്ല? പിള്ളേര് പുറത്തു വരാത്തത് എന്തുകൊണ്ടാ? ടെക്നോളജി ഇരിക്കുന്നു, എല്ലാവരും ഫോൺ നോക്കിയിരിക്കുകയാണ്. പണിയില് പഠിച്ചു പോകാൻ താല്പര്യം ഇല്ലാത്തവര്, പഠിച്ചു പോകാൻ താല്പര്യമുള്ളവര് ടെക്നോളജി യൂസ് ചെയ്ത് കയറി പോകുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള പിള്ളേരെ കാര്യം പറഞ്ഞു. അപ്പൊ വെറുതെ സമയം കളയാനും എനർജി കളയാനും ഒക്കെ ആയിട്ട് അവിടെ പോവാണ് ഇവരുടെ. അത് ഒരു തടസ്സമാണ്. അപ്പൊ ആ സ്ക്രീൻ ടൈം കുറയ്ക്കണം. സ്ക്രീൻ ടൈം കുറച്ച് ഇവരെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കൊണ്ടുവരണം. അങ്ങനത്തെ കാര്യങ്ങൾ. ആ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ സപ്പോർട്ടിന് ടെക്നോളജി യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു ഷട്ടിൽ കോർട്ട് കെട്ടണം. പണ്ട് നമുക്ക് കിട്ടുമ്പോ ഒന്നും അറിയില്ല. വലിയ ചേട്ടന്മാരോടോ അച്ഛന്മാരോടൊക്കെ ചോദിക്കാൻ പോണം ഇതിന്റെ അളവ് അറിയണമെങ്കിൽ. ഇവർക്ക് സിമ്പിൾ ആയിട്ട് വെറുതെ നോക്കിയാൽ ഷട്ടിൽ കോർട്ടിന്റെ അളവ് എത്ര, കിട്ടി കെട്ട്. അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു പോയിന്റാണ് ഇവര് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. നീ ആ പോയിന്റിലല്ല പറയുന്നത്, ഇല്ല. എനിക്ക് ഒറ്റ കാര്യം ചോദിക്കുള്ളൂ, ഇവാൻ പറഞ്ഞ പോയിന്റ് ഇപ്പോഴും അവന് കിട്ടിയിട്ടില്ല. ഇവനിപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജനറലായിട്ട് ടെക്നോളജി വന്നതുകൊണ്ട് എല്ലാ പിള്ളേരും ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഹെഡ് ഓഫ് ടൈം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെക്കാളും ഹെഡ് ഓഫ് ടൈം എല്ലാവരും നമ്മള് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴത്തെ പിള്ളേരെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിലുള്ള ടെക്നോളജിയിൽ നമ്മൾ ആ ടൈമിൽ ആയിരുന്നു. അതിന്റെ ഇത് അവരെ കുറച്ചുകൂടെ പഠിച്ചു. പക്ഷെ നമ്മൾ ഉണ്ടായിരുന്നപ്പോ മോശം വഴി കൂടെ പോയിരുന്നവരെക്കാൾ കൂടുതൽ എണ്ണമാണ് ഇപ്പൊ പോകുന്നത്. അത് ടെക്നോളജിയുടെ വരവ് കൊണ്ടാണ്. എല്ലാം പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഉണ്ടെങ്കിൽ ടെക്നോളജി നല്ലതാണ്. പക്ഷെ ജനറൽ ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ ലാസ്റ്റത്തെ ടോപ്പിക് നമ്മൾ പറഞ്ഞതിൽ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിന്റെ റെലവൻസ് മനസ്സിലാവുന്നതായിരിക്കണം. അപ്പൊ നിങ്ങളും അതിൻ്റെതായിട്ടുള്ള കുറെ കമന്റ്സുകൾ ഇടുക, നിങ്ങൾക്കും അതിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാ. അപ്പൊ നമ്മളും ഒരു പോയിന്റാണ് നമ്മളും അതിൽ പറഞ്ഞെത്തിക്കാൻ ഉദ്ദേശിച്ചത്. അതായത് ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല, അത് നല്ല കാര്യമാണ്. അത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടികളുടെ താല്പര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില കുട്ടികൾക്ക് നിവൃത്തിയില്ലാണ്ട് ഫോൺ യൂസ് ചെയ്ത് വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാരൻസ് ചിലപ്പോൾ പുറത്തേക്ക് കളിക്കാനോ വേറെ ആക്ടിവിറ്റീസിനോ വിടുന്നുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം അവർക്ക് ബുക്കിൽ നിന്ന് കിട്ടുന്ന അറിവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റീസിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ല വേണ്ട, അത് പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗിക്കാൻ അറിയണം. പ്രാക്ടിക്കൽ ലൈഫ് ജീവിച്ച് മനസ്സിലാക്കാനും അറിയണം. പിള്ളേരെ മാക്സിമം ഓരോരോ കാര്യങ്ങൾക്ക് അവരവരെ കൊണ്ട് ചെയ്യിക്കുക. എല്ലാത്തിനും താങ്ങി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവര് ഒരിക്കലും ഓരോരോ കാര്യങ്ങൾക്ക് ലിമിറ്റഡ് സമയത്തിനും ആവശ്യത്തിനും മാത്രമായിട്ട് മൊബൈലും കമ്പ്യൂട്ടറും ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുക. എല്ലാം ഒരു മോഡുലേഷൻ വേണം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് അസൈൻമെന്റ് എ വെച്ച് ചെയ്യണമെന്നാണ്. എ വെച്ച് എഴുതിക്കോട്ടെ, ബട്ട് അത് മനസ്സിലാക്കി ക്രോസ് ചെക്ക് ചെയ്യുക. ഇത് തന്നെയാണോ തന്ന ടോപ്പിക്കിനോട് ഇത് മാച്ച് ആയിട്ടാണ് നിൽക്കുന്നത്, അതിലെന്തൊക്കെ പോയിന്റ്സ് ആണോ വന്നത്, ആ പോയിന്റ്സ് ഒക്കെ ശരിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓർത്ത് വയ്ക്കണമെന്നൊന്നുമല്ല, ജസ്റ്റ് വായിച്ചു വയ്ക്കാതെ എപ്പോഴെങ്കിലും മനസ്സിൽ കിടന്നോളൂ. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ പരിപാടി. ഇനിയും കുറച്ച് അധികം ടോപ്പിക്സ് ആയിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് വരാം. അതുവരയ്ക്കും ബൈ. ഓക്കെ.